ചോതി ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കാനായിട്ട് പോവാട്ടോ. നേരം നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. അതായത് നല്ല വെയിലൊന്നും ആയിട്ടില്ല, 7 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 7 മണിക്കാണ് വിളക്ക് കത്തിക്കുന്നത്. പത്രമൊക്കെ ഓൾറെഡി 6 മണി കഴിഞ്ഞപ്പോഴേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നീലൂസിന് എക്സാം ആണ് കേട്ടോ. 3 ദിവസം അടുപ്പിച്ച് എക്സാമാണ്. ഇനി 2 ദിവസം കൂടി ഉണ്ട്. ഇന്നും എക്സാം ആണ് കേട്ടോ. അപ്പോൾ രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് കയറാനായിട്ട് പോവുക. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, നീലൂസിന് കൊടുത്തു വിടണം. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് തന്നെയാണ് നീലൂസിന് കൊടുത്തു വിടുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ ചേട്ടായിയുടെ അമ്മയുടെ അവിടെ ഗ്യാസ് തീർന്നു. അപ്പോൾ ഗ്യാസ് എടുത്തിട്ടില്ല. അന്നേരം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാവ് അവിടെ ഇരുന്ന് ചീത്തയാവും. അപ്പോൾ അമ്മ അരച്ച് വെച്ചിരുന്ന അപ്പത്തിൻ്റെ മാവ് ഇങ്ങ് തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ വിചാരിക്കും അവിടെ ഗ്യാസ് എടുത്തുകൂടെ എന്ന്. നമുക്ക് 2 പേർക്കും കൂടെ 2 കുറ്റിയാണുള്ളത്, ഗ്യാസ് കുറ്റി. ഒരു കുറ്റി ഇവിടെയും ഒരു കുറ്റി അവിടെയും. അപ്പോൾ തീർന്നു കഴിഞ്ഞാൽ, ഏതൊരു കുറ്റി തീർന്നു കഴിഞ്ഞാലും 1 മാസം കഴിഞ്ഞിട്ടേ പിന്നെ ബുക്ക് ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പം ആദ്യം തന്നെ ഒരു അപ്പം ചുട്ടപ്പോഴത്തേനും അത് ഇളവി വരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ അപ്പം ആദ്യമൊന്നും ശരിയാവുന്നില്ലായിരുന്നു എനിക്ക്. ഇന്നത്തെ ദിവസം മൊത്തം ഫ്ലോപ്പായിരുന്നു കേട്ടോ. എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ പോലൊക്കെ തോന്നി. പിന്നെ നമ്മുടെ കാക്കക്കൂട്ടന്മാരെല്ലാം വന്നിരുന്ന് വിളിയോട് വിളിയായിരുന്നു. പിന്നെ കുറച്ച് കേക്ക് ഇരുന്നതും ഒക്കെ എടുത്ത് കൊടുത്തു. ആകെയുള്ളൊരു ബുദ്ധിമുട്ട്, ഇങ്ങനെ തുണി നനച്ചിടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വന്നിരിക്കും കേട്ടോ. ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ അപ്പിട്ട് വയ്ക്കും, കാഷ്ടിച്ച് വയ്ക്കും, അതാണ് ഒരു ബുദ്ധിമുട്ട്. പിന്നെ രണ്ടാമതും കഴുകേണ്ടി വന്നാൽ കഴുകിയേ പറ്റൂ. പിന്നെ ഞാനൊന്നും പറയത്തില്ല, ഓടിച്ചു വിടത്തില്ല. ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് കഴിക്കാതെ പറന്നങ്ങ് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും പറയാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നീലൂസിന് പോകേണ്ടുന്ന ദിവസം രാവിലത്തെ ഒരു കുഞ്ഞു മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അപ്പത്തിന് വേണ്ടിയിട്ട് ചമ്മന്തിയാണ് ഇന്നും എടുക്കുന്നത്. അപ്പച്ചമ്മന്തിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം അതിനുള്ള തേങ്ങയൊക്കെ അരച്ചെടുത്ത് ചതച്ചെടുത്തിട്ട് കടുക് വറുത്ത് ഉപ്പും ഇട്ട് എടുക്കുന്നു. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനവും അത്. അങ്ങനെ നീലൂസിനെ റെഡിയാക്കുന്ന ഡ്യൂട്ടിയൊക്കെ ചേട്ടായി ഉള്ളപ്പോൾ ചേട്ടായിക്കാണ്. ചേട്ടായി അവനെ കുളിപ്പിച്ചിട്ട് അവന് യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കാപ്പി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനത് അമ്മയുടെ കയ്യിലോട്ട് കൈമാറുന്നുണ്ട് കേട്ടോ. എനിക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്യാനും സ്നാക്സ് പാക്ക് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കും കേട്ടോ, കഴിപ്പിക്കാനായിട്ട് അവനെ. അങ്ങനെ ചേട്ടായി സോക്സും ഒക്കെ ഇത്തിരി പണിയാണ്. കാരണം അടങ്ങി നിൽക്കത്തേ ഇല്ല കേട്ടോ. അങ്ങ് വിരിവിരിപ്പാണ്, അങ്ങ് കൈയും കാലും ഒക്കെ അങ്ങ് അടങ്ങി നിൽക്കത്തില്ല ഒരു സമയത്തും. അങ്ങനെ അതുകൊണ്ട് ആ ഡ്യൂട്ടി ചേട്ടായിക്ക് കൊടുത്തു. എന്നാലേ എനിക്ക് അടുക്കളയിലെ ഡ്യൂട്ടി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അതും ഇതും എല്ലാം കൂടി ആകുമ്പോഴത്തേനും എനിക്ക് ഭ്രാന്ത് പിടിക്കും. പിന്നെ ചേട്ടായി ഇവിടെ ഇല്ലാത്ത ദിവസം ചേട്ടായി മീറ്റിങ്ങിനോ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. അന്ന് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നും എക്സാം ഉണ്ട്. ഇന്നത്തെ എക്സാം മാത്സ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് നേരമൊക്കെ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ സമയമൊന്നും കിട്ടത്തില്ല കേട്ടോ എനിക്ക് പഠിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്യാനായിട്ടും സമയമൊന്നും കിട്ടാറില്ല. അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവൻ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കടയിലോട്ടൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ചേട്ടായി എന്നെ കടയിലോട്ടാക്കിയിട്ട് ജോലിക്ക് പോകാനായിട്ട് തിരിച്ച് ഞാൻ ബസ്സിന് ഇങ്ങ് വരും കേട്ടോ. അവിടുന്ന് ബസ്സുണ്ട്. ഞാൻ ഈസ്റ്റ് ഫോർട്ടിലാണ് പോകുന്നത്. അവിടുന്ന് നമുക്ക് എപ്പോഴും ബസ് ഇങ്ങോട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയിലൊന്നുമില്ല. നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നമ്മുടെ വീഡിയോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പം ഞാനിനി വീട്ടിലോട്ട് പോവാം. ടാറ്റാ ബൈ ബൈ, see you.